അറിഞ്ഞായിരുന്നോ പുതിയ കാശ് തട്ടാനുള്ള പരിപാടിയുമായിട്ട് ഇൻസ്റ്റാഗ്രാം പ്ലസ് വരുന്നു. അതെ, കാനഡയും ജപ്പാനും പോലുള്ള പല രാജ്യങ്ങളിലും ഇത് ഓൾറെഡി ഇൻസ്റ്റാഗ്രാം റോൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. $1 മുതൽ $2 വരെ പല രാജ്യങ്ങളിലും പല രീതിയിലായിരിക്കും ഇതിന്റെ സബ്സ്ക്രിപ്ഷൻ ചാർജ് വരുന്നത്. അതൊരു വലിയ എമൗണ്ട് ആയിട്ട് നമുക്ക് തോന്നില്ലെങ്കിൽ പോലും ഇത്രയും ഇൻസ്റ്റാഗ്രാം യൂസേഴ്സിന്റെ ഒരു എണ്ണം വെച്ച് നോക്കുമ്പോഴത്തേക്ക് മെറ്റയ്ക്ക് കിട്ടുന്ന എമൗണ്ട് ഭീകരമായിരിക്കും. ആക്ച്വലി അതാണ് ഈ വോളിയം സെയിൽസിന്റെ ഒരു ഗുണം. പ്രോഡക്റ്റിന്റെ എമൗണ്ട് ചെറുതാണെങ്കിൽ പോലും വോളിയം സെയിൽ നടന്നാൽ അതൊരു ഭീകര എമൗണ്ട് ആയി മാറും. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം പ്ലസ് ഫീച്ചർ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അനോണിമസ് സ്റ്റോറി വ്യൂവിംഗ്. അതായത് നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാം പ്ലസ് ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ വേറെ ആരുടെങ്കിലും സ്റ്റോറി പോയി നോക്കിയാൽ ഈ സ്റ്റോറിയുടെ ഓണറിന് അറിയാൻ പറ്റത്തില്ല നമ്മളത് കണ്ടതായിട്ട്. പിന്നെ വരുന്നതാണ് എക്സ്റ്റൻഡഡ് സ്റ്റോറീസ്. അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്താൽ അത് നമുക്ക് 24 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് തനിയെ മാറുമല്ലോ. പക്ഷേ പ്ലസ് ഉള്ളവർക്ക് അത് അതിൽ കൂടുതൽ സമയം ഇട്ടേക്കാൻ പറ്റും. അടുത്തതാണ് അഡ്വാൻസ്ഡ് ഓഡിയൻസ് ഗ്രൂപ്പ്. അതായത് നമുക്കിപ്പോൾ ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ക്രിയേറ്റ് ചെയ്തിടാലോ. എനിക്ക് അതിനകത്ത് നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ കൺട്രോൾ കിട്ടുന്നു. പുതിയ ഗ്രൂപ്പ് അത് നമുക്ക് എനിക്കൊന്ന് ഒറ്റ ഗ്രൂപ്പിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് മൾട്ടിപ്പിൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിനകത്ത് ആൾക്കാരെ ആഡ് ചെയ്യുന്നതിനകത്തും ഒക്കെ ഉള്ള എന്തോ ഫീച്ചർ ആണെന്ന് തോന്നുന്നു. എനിക്കത് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയില്ല. പിന്നെ ഉള്ളതാണ് ഇൻസൈറ്റ്സ് ആൻഡ് ഡേറ്റ. അതായത് പോസ്റ്റ് ചെയ്ത ഒരു സ്റ്റോറി എത്ര ആൾക്കാർ മൾട്ടിപ്പിൾ ടൈം റീവാച്ച് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ വരുന്നതാണ് എൻഗേജ്മെന്റ് ബൂസ്റ്റ്. അതായത് അനിമേറ്റഡ് സൂപ്പർ ലൈക്സും സ്പോട്ട് ലൈറ്റും ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ സ്റ്റോറിയെ മാക്സിമം എൻഗേജ് ചെയ്യിക്കാം, മാക്സിമം പുഷ് ചെയ്യിക്കാം ഓഡിയൻസിലേക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻസ്റ്റാഗ്രാം പ്ലസിനകത്ത് വരുന്ന ആഡഡ് ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. മൊത്തം ഈ സ്റ്റോറിക്കകത്തുള്ള കളിയാണ്. അതായത് ഈ ആഡും സംഭവങ്ങളും ഈ ബിസിനസിന്റെ സംഭവങ്ങളൊക്കെ നമുക്ക് സ്റ്റോറിയിലായിട്ട് വരുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിരിക്കും തോന്നുന്നു ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ഫീച്ചേഴ്സ് എടുത്താൽ. അതായത് സ്റ്റോറിയിലൂടെ മാക്സിമം നമുക്ക് അക്കൗണ്ടിനോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിനോ പുഷ് കിട്ടുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സ് ആണ് ഇതിനകത്ത് കൂടുതലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മിക്കവാറും വലിയ താമസമില്ലാതെ ഇത് ഇൻസ്റ്റാഗ്രാമിൽ വരും. ഇൻസ്റ്റാഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ മിക്കവാറും അവരിത് ഫേസ്ബുക്കിനകത്തോട്ടും കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്യുക ഗൈസ്. ബൈ.